ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് അറുതിയില്ലാതെ തുടരുകയാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം വന്ന താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പോലും ഈ അതിക്രമങ്ങൾക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ധക്കയിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവിടെ പരിപാടി സംഘടിപ്പിച്ചതിനിടയിൽ വൻ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. പാർട്ടി നേതാവ് അവിടെ ആ വേദിയിൽ നിന്ന് അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് സംഭവം നടന്നത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. വേദിക്ക് സമീപം തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നേതാവ് പ്രസംഗിക്കുന്നതിനിടയിലായിരുന്നു പെട്ടെന്ന് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടത്. ഇതോടുകൂടി തന്നെ ആളുകൾ പരിഭ്രാന്തരായി തന്നെ നാലുപാടും ഓടുന്നതും പരിപാടി അലങ്കോലപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്ഫോടനത്തെ തുടർന്നുകൊണ്ട് പ്രദേശത്ത് വലിയ ആശങ്കയുണ്ടായതോടുകൂടി തന്നെ സുരക്ഷാ സേന സ്ഥലത്തെത്തിക്കൊണ്ട് പരിശോധനകൾ ആരംഭിച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ റാലി സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ച ആ പ്രക്ഷോഭത്തിന്റെ ഓർമ്മ പുതുക്കുകയും പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. സംഭവത്തിന് പിന്നാലെ തന്നെ ദേശീയ പൗര പാർട്ടി ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. അതേസമയം അവിടെ നടന്ന ആ റാലിക്കിടെ തന്നെ രാത്രി 9:45 തന്നെ വേദിക്ക് സമീപം ബോംബ് പൊട്ടിത്തെറിച്ചു എന്നതാണ് പാർട്ടി ആരോപിക്കുന്നത്. ഇത് തീവ്രവാദ ആക്രമണമാണ് എന്നും സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റക്കാർക്കെതിരെ തന്നെ കർശന നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ചുകൊണ്ട് ബംഗ്ലാദേശ് അധികൃതർ ഇതുവരെയും ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഇത് വലിയ രീതിയിൽ ഒരു ആകസ്മികമായ അപകടമാണോ അതോ മനഃപൂർവ്വം നടത്തിയ ആക്രമണമാണോ എന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന വിവരം പോലും പുറത്തുവിട്ടിട്ടില്ല. സ്ഫോടനത്തെ തുടർന്നുകൊണ്ട് ഫോറൻസിക് വിദഗ്ധരും സുരക്ഷാ ഏജൻസികളും സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സമ്മേളനങ്ങളുടെയും അതുപോലെ തന്നെ അവിടുത്തെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ശക്തമാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ അതീവ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നടന്ന ഈ സ്ഫോടനം രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുൻപിൽ തന്നെ പുതിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. അന്വേഷണ ഫലം അവിടെ പുറത്തു വരുന്നതോടുകൂടി തന്നെ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം ഇനിയും വ്യക്തമാകൂ എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.